കള്ളു കുടിച്ച് ജോലിക്കൊന്നും പോകാതെ ലഹരിക്കടിമപ്പെട്ട് നടക്കുന്നൊരു പയ്യൻ. അവരെല്ലാ ദിവസവും ഇങ്ങനെ അവിടെ ഇവിടെ കലഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിൽ വെട്ടം ഉണ്ടാവും. അമ്മയുണ്ട് അവിടെ. അമ്മ ലൈറ്റും ഓണാക്കി ഭക്ഷണമൊക്കെ കാത്തിരിക്കും. അവന് ഭക്ഷണം കൊടുക്കും. എത്ര നാൾ അവർക്കങ്ങനെ സാധിക്കും? ഒരു നാൾ അവർ മരിച്ചു. ഇതിനിടയിൽ അമ്മയുടെ കെട്ടുതാലി പോലും അവൻ പറിച്ചൂരിയെടുത്ത് അതുകൊണ്ടേ പണയം വെച്ചിട്ടുണ്ട്. അത്രയ്ക്കുള്ള അവൻ്റെ സ്നേഹം. ഇപ്പം അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് ഷോക്ക് കിട്ടിയ പോലെ പോയി. കാരണം അവൻ്റെ ജീവിതത്തിലെ ഏക വെട്ടമായിരുന്നു. അമ്മ മരിച്ച അന്ന് അവൻ കുടിച്ച് ദുഃഖത്താൽ അന്ന് കുടിച്ചതാണ്. കുടിച്ച് ആർത്തനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ലൈറ്റില്ല. അമ്മയില്ലെങ്കിൽ ലൈറ്റ് തെളിക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെ ലൈറ്റില്ലാത്ത വീട്ടിൽ, വെട്ടമില്ലാത്ത വീട്ടിൽ, കുറ്റാക്കൂരി ഇരുട്ടത്ത് അവൻ ചെന്നു. അമ്മ എപ്പോഴും ഭക്ഷണം ചൂടോടുകൂടി കാത്തു വെക്കുമായിരുന്നു. ഇവിടെ ഭക്ഷണമൊന്നും കാത്തു സൂക്ഷിച്ചിട്ടില്ല. അവൻ നോക്കുമ്പോൾ ബാക്കി വന്ന ഭക്ഷണം പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ പട്ടിക്ക് പോലും ഭക്ഷണമുണ്ട് ഇപ്പോൾ. പക്ഷെ അവന് ഭക്ഷണമില്ല, അമ്മയില്ല. അവനാകെ സങ്കടപ്പെട്ട് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് നിന്നു. കൈകൂപ്പി നിൽക്കുകയാണ്. കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, അമ്മ വൈകിയെന്നറിയാം, ഒരുപാട് വൈകിയെന്നറിയാം. എന്നാൽ അമ്മ, ഞാൻ തുടങ്ങാൻ പോവുകയാണ്, ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പിന്നെ അവൻ മദ്യം തൊട്ടിട്ടില്ല. പിന്നെ അവന് ലഹരി വേണ്ടി വന്നിട്ടില്ല. അമ്മയോടുള്ള സ്നേഹം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവന് ലഹരിയായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹിക്കുന്ന ചില ആളുകൾ നിങ്ങൾ ലഹരിയായി മാറുമ്പോൾ നിങ്ങൾ ടൂ ലേറ്റ് ആവില്ല, നിങ്ങൾ നന്നാവും. അപ്പം നന്നാകാനുള്ള പ്രേരണയായിട്ട് ചില സ്നേഹം മുന്നിലുണ്ട്. അത് തിരിച്ചറിയുക. ചില ആളുകളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ നിങ്ങൾ നന്നാക്കുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കിയെടുക്കുക. ഈ മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ജീവിതം അതിസുന്ദരമായിട്ട് മാറുന്നുണ്ട്.